iPhone 14 വേഴ്സസ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 15. നിങ്ങൾ ഓൾറെഡി iPhone 14 യൂസ് ആണെങ്കിൽ നമ്മുടെ പുതിയ iPhone 15 അപ്ഗ്രേഡ് ചെയ്യണം. ഓർ നിങ്ങളൊരു പുതിയ iPhone മേടിക്കാൻ നിങ്ങൾ 14 or 13 ഒക്കെ മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ബിഗ് സെയിൽ ആൻഡ് ആമസോൺ ഗെയിം ഫെസ്റ്റിവലിൽ നമ്മുടെ 14 ഒക്കെ 50K അറൗണ്ട് വരാൻ സാധ്യതയുണ്ട്. സോ അതൊരു കിടുക്കൻ ഡീലായിരിക്കും. സോ ഈ എക്സ്ട്രാ ഒരു 70 to 80K കൊടുത്ത് നമ്മുടെ iPhone 15 മേടിക്കണോ, അതിനുള്ള ഫീച്ചർ ഉണ്ടോ നമ്മുടെ iPhone 15? സോ വി ആർ ഗോണ കമ്പയർ ദ iPhone 14 വേഴ്സസ് നമ്മുടെ iPhone 15. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ഡിസ്പ്ലേസ്. സോ നമ്മുടെ iPhone 14 നമ്മുടെ നോച്ച് ഡിസ്പ്ലേ ആണ്, iPhone 15 ഡൈനാമിക് ആയിട്ടാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് റിയലി യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില ആപ്സ് ലൈക്ക് നമ്മളിപ്പോൾ ഞാൻ ക്ലോക്ക് തുറന്നു, എന്നിട്ട് ഞാൻ ഈ ടൈമർ സ്റ്റാർട്ട് ചെയ്തു കണ്ടോ. ഇപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് സ്വൈപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു മേളിൽ ആ ഒരു സംഭവം ഡൈനാമിക് ഐലൻഡിൽ പോയി കിടക്കും. ആൻഡ് ഇഫ് ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഡൈനാമിക് ഐലൻഡിൽ പ്രസ് അവിടെ നിന്ന് തന്നെ എനിക്ക് പോസ് ചെയ്യാം, ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ മ്യൂസിക് കൺട്രോൾസ്, അങ്ങനത്തെ കുറെ മൾട്ടി ടാസ്കിന് ഇച്ചിരി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഡൈനാമിക്. ആൻഡ് ഒബ്വിയസ്ലി നോട്ട് ഈസ് ബിറ്റ് ഔട്ട്. നെക്സ്റ്റ് രണ്ടിന്റെ ഒരു കോണായിട്ട് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഗ്ലാൻസിൽ ഫീൽ ചെയ്ത് തരും നമ്മുടെ റീഫ്രഷ് റേറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഈ UI കൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യും ഒരു ലാഗ് പോലെ, ഒരു ലൈറ്റ് സ്ലോ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യും. ബട്ട് അറ്റ് എ ഗ്ലാൻസ് യു ഡെഫിനറ്റ്ലി നോട്ടീസ് ഒരു ചെറിയൊരു ലാഗ്. അത് 60 ഹെർട്സിനാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ 15 രൂപ മേലത്തെ എല്ലാ ഡിവൈസസും 120 ഹെർട്സ് ആയിരുന്നു. ആ ഒരു പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് 60 ഹെർട്സ് പറഞ്ഞിട്ട്, പക്ഷേ UI അടിപൊളിയായിട്ട് ഫ്ലൂയിഡ് ആക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യു മൈറ്റ് ഫീൽ എ ലാഗ്. ആൻഡ് നെക്സ്റ്റ് തിങ്, വെറുതെ ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്ന് മാത്രമല്ല നല്ല രീതിയിൽ ഡിസ്പ്ലേ ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ നമ്മുടെ iPhone 14 നമ്മുടെ മാക്സിമം ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 800 നിറ്റ്സ് ആയിരുന്നു. നമുക്ക് iPhone 15 വന്നപ്പോൾ അത് 1000 നിറ്റ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പീക്ക് ബ്രൈറ്റ്നസ് HDR വന്നിരിക്കുന്നത് 1200 നിറ്റ്സ് ആയിരുന്നു നമ്മുടെ iPhone 14. ആൻഡ് ഇവിടെ വന്ന് 1600 നിറ്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് പീക്ക് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വന്നിട്ട് നമ്മുടെ iPhone 15. എനിവേസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ വീഡിയോ കമ്പാരിസൺ. iPhone 15 വേഴ്സസ് നമ്മുടെ iPhone 14. ആൻഡ് at a glance you can notice a brightness difference. ലൈറ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസിന്റെ എൻഹാൻസ്മെന്റ് നമുക്ക് നമ്മുടെ iPhone 15 ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഈ കളേഴ്സ്, RGB കളേഴ്സ്, ഈ ഗ്രീനിന്റെ ഷെയ്ഡ് ഒക്കെ ഉണ്ടോ, കുറച്ചും കൂടെ ഈ ഒരു ഏരിയാസിലേക്കൊക്കെ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഗ്രീൻ കളേഴ്സ് ശ്രദ്ധിച്ചാൽ രണ്ട് ഇച്ചിരി ഷാർപ്പർ ഗ്രീൻ വന്നേക്കണേ നമ്മുടെ iPhone 15. എക്സാക്ട്ലി ഷാർപ്നെസിന്റെ അല്ല, ഈ ബ്രൈറ്റ്നസിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് മെയിൻ ആയിട്ട് കാണാം. ഈ ഒരു സിനാരിയോ ഓൾമോസ്റ്റ് സെയിം ആണ്. ആൻഡ് നമ്മൾ പിക്സൽസ് നോക്കുവാണെങ്കിൽ 2556 × 1179 ആണ് നമ്മുടെ iPhone 15 വരുന്നത്. ആൻഡ് iPhone 14 നോക്കുവാണെങ്കിൽ 2532 × 1170 ആണ് പിക്സൽസ് വരുന്നത്. ആൻഡ് PPI രണ്ടിന് 460 PPI ആണ്. ആൻഡ് വിച്ച് ഈസ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി iPhone 15 ആണ് ചൂസ് ചെയ്യുക. ബിക്കോസ് ഓഫ് ദ ബ്രൈറ്റ്നസ് ഡിഫറൻസ്, ആ ഒരു കാണുമ്പോൾ തന്നെ കുറച്ച് ഐ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഡിഫറൻസ്, ഒരു നിയർലി 5% എനിക്ക് ഇച്ചിരി വേണ്ടി കൊടുക്കാൻ iPhone 15 ആണ്. നെക്സ്റ്റ് നമുക്ക് സ്പീക്കേഴ്സ് ചെക്ക് ചെയ്താൽ രണ്ടുപേരുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്പേഷ്യൽ ഓഡിയോ പ്ലേ ബാക്ക്, ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്യാം. iPhone 15 okay, now iPhone 14. ഓഡിയോ എക്സ്പീരിയൻസ് രണ്ടും കട്ടയ്ക്ക് സെയിം ടു സെയിം ആണ്, ഡിറ്റോ ആയിരുന്നു. ഒരു ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. രണ്ടും ടൈ ആണ് ഇൻ ടേംസ് ഓഫ് ദ ഓഡിയോ. നെക്സ്റ്റ് ബിഗ് ഇംപ്രൂവ്മെന്റ് വന്നേക്കുന്നത് നമ്മുടെ ക്യാമറാസിൽ തന്നെയാണ്. 48 MB മെയിൻ ക്യാമറ നമ്മുടെ iPhone 15. iPhone 14 ആണ് ജസ്റ്റ് 12 MB ക്യാമറ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ രണ്ടുപേർക്കും 12 MB അൾട്രാ വൈഡ് ആണ്. ആൻഡ് ഫ്രണ്ടിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും 12 MB സെൽഫി ക്യാമറ ആണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. ആൻഡ് ജസ്റ്റ് 12 MB 48 MB ഇട്ട് മാറിയെന്ന് മാത്രമല്ല, ഒപ്റ്റിക്കൽ സൂം ഓപ്ഷൻസിന് ഡിഫറൻറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ iPhone 14 0.5x, ദാറ്റ് മീൻസ് അൾട്രാ വൈഡ് 1x മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് 0.5x അൾട്രാ വൈഡ്, 1x ആൻഡ് 2x. ദാറ്റ് ഡെഫിനറ്റ്ലി എവിടെയാണ് വ്യത്യാസം നമ്മൾ അറിയുന്നത് വെച്ചാൽ പോർട്രേറ്റ് ഷോട്ട്സിലാണ് നല്ല ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് നമ്മുടെ സിനിമാറ്റിക് വീഡിയോസ് എടുക്കുമ്പോഴും എല്ലായിടത്തും ആ ഒരു 2x ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്യാമറ സാമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദാറ്റ് മീൻസ് രണ്ടിനും 0.5x അൾട്രാ വൈഡ്, പിന്നെ രണ്ടിനും 1x. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് iPhone 15 നമ്മുടെ 2x ഓപ്ഷൻ ഉണ്ട്. ആൻഡ് മാക്സിമം iPhone 15 നമുക്ക് 10x വരെ പോകാം. ഇത് ജസ്റ്റ് 5x വരെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റത്തെ കാര്യം. ആൻഡ് നൗ നമുക്ക് ഡയറക്റ്റ് ക്യാമറ സാമ്പിൾസിട്ട് പോവാം. സോ സ്റ്റാർട്ടിംഗ് ഓഫ് ക്യാമറ സാമ്പിൾസ് എടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. വേഴ്സസ് ഇത് കണ്ടു ഇച്ചിരി ലോങ് ഷോട്ട് പോലെ ഫീൽ ചെയ്യും. വലിയൊരു ഡിഫറൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇച്ചിരി അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ സെയിം തന്നെ വരും. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ 1x ഉം 2x എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒബ്വിയസ്ലി കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടുന്നത് നമ്മുടെ iPhone 15 തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ ഡീറ്റെയിലിനെക്കാളും കൂടുതൽ ആ സെയിം ഏരിയ തന്നെ രണ്ടും എടുത്തേക്കണേ എന്നിട്ട് തന്നെയാണ്. ഓക്കെ, അനദർ ഷോട്ട്
കേട്ടോ. സെയിം പൊസിഷനിൽ നിന്ന് എടുത്തേക്കാണ്. ഇത് അൾട്രാ വൈഡ് ഷോട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നോക്കി. ആൻഡ് ഡീറ്റെയിലിംഗ് രണ്ടും കട്ടയ്ക്ക് തന്നെ കേട്ടോ. ഓക്കെ, അനദർ ഷോട്ട് ആൻഡ് യു ക്യാൻ സീ ദ ഡിഫറൻസ് കേട്ടോ. നല്ല രീതിയിൽ ക്ലോസ് അപ്പ് വരുന്നുണ്ട്. ആൻഡ് കളേഴ്സും ഒക്കെ രണ്ടും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പാഡ് പറയാനൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് ഒരു ഷോട്ടാണ്. ആൻഡ് യു ക്യാൻ സീ രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ഡിഫറൻസ് പറയത്തക്ക രീതിയിലില്ല. ആൻഡ് ഇഫ് യു ആസ്ക് മീ വിച്ച് ഈസ് സ്ലൈറ്റ്ലി ബെറ്റർ ആൻഡ് ഒബ്വിയസ്ലി ഐഫോൺ 15 കുറച്ചുകൂടെ നന്നായിട്ട് ആ ഡാർക്കർ ഏരിയാസ് എടുത്തിരിക്കണേ. ആൻഡ് അനദർ ഷോട്ട്. ഓക്കെ, ഇത് നമ്മൾ അൾട്രാ വൈഡിൽ എടുത്താണ് 0.5x. സോ ഡീറ്റെയിലിംഗ് ഒന്നും വലിയായിട്ട് കിട്ടുന്നില്ലാണ്ടത്. ഏരിയ ഒക്കെ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയെങ്കിൽ എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ ഇവിടെ കുറച്ച് ഡാർക്ക് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഐഫോൺ 15 കുറച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ആ ഏരിയ ഷോട്ട്. ആൻഡ് യു ക്യാൻ സീ ദ ഡീറ്റെയിൽ. രണ്ടിലും നല്ല രീതിയിൽ ക്രിസ്പ് ആൻഡ് ഷാർപ്പായ ഡീറ്റെയിൽസ് വന്നേക്കണം. ഒന്നും പറയാനില്ല, പക്ക. ഇത് രണ്ടിന്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണ്. അതെന്ന് നോക്കിയാൽ രണ്ട് നല്ല പക്ക സ്റ്റെബിലൈസ് ആണ്. 4K 60 FPS രണ്ടും നല്ല പക്ക സ്റ്റേബിൾ ആയിട്ട്, നോ ഇഷ്യൂസ്. ആക്ഷൻ മോഡാണ് രണ്ടും കില്ലാടി. മീൻസ് നല്ല സ്പീഡിൽ ഓടി എടുക്കുന്ന ഷോട്ടാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ നടന്നുകൊണ്ട് എടുക്കുന്ന രീതിയിലാണ് ഔട്ട് കിട്ടിയേക്കണേ. നോക്കിയിട്ടുണ്ടോ, പക്ക സ്റ്റേബിൾ ഐഫോൺ 15, പക്ക സ്റ്റേബിൾ ഐഫോൺ 14, നോ ഡിഫറൻസ്. രണ്ടും പക്ക എടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ പോർട്രേറ്റ്സ് ഇത് നമ്മുടെ 2x എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 1x ഓപ്ഷനുള്ളൂ. സോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ കേട്ടോ. സോ ഇതാണ് ആ ഡിഫറൻസ്. പക്ഷേ എനിക്ക് 2xന്റെ അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്, എസ്പെഷ്യലി പോർട്രേറ്റ് ഷോട്ട്സ് എടുത്തതാണ് എനിക്ക് മെയിൻ ആയിട്ട്. നമുക്ക് നോർമൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കത് വലിയ മാറ്റർ അല്ല, പക്ഷേ പോർട്രേറ്റ് എടുക്കുമ്പോൾ ദേ ഡു ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് അനദർ ഷോട്ട് ഉണ്ടോ, സെയിം ഏരിയ തന്നെ രണ്ടും എടുക്കുമ്പോൾ ഇത്രയും ക്ലോസ് കിട്ടുന്നത്. ഇത് നമ്മുടെ നല്ല ലോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് വീഡിയോ. സോ രണ്ടും പക്കയായിട്ട് സിനിമാറ്റിക് വീഡിയോ. ഐഫോൺ 15 ഏതാണ് ഐഫോൺ 14 ഒറ്റയടിക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ റിയലി ക്ലോസ് ആയിട്ട് നോക്കി നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഒരു എൻഹാൻസ്മെന്റ് ലൈറ്റ് ആയിട്ട് കാണാം. രണ്ടും നെക്കാണ്. നിങ്ങൾ നോക്കിയറിയാം അതിന്റെ കളർ ടോൺസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടുപേരും വന്നേക്കണേ. ആൻഡ് ലൈറ്റ് ഇംപ്രൂവ്മെന്റ് വഴി ഐഫോൺ 15 പറയും, ബട്ട് നോട്ട് എ ബിഗ് ഡിഫറൻസ്. ആൻഡ് ഷോട്ട് ഇത് പോർട്രേറ്റ് ഷോട്ടാണ്. ആൻഡ് ഇവിടെയും ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ് രണ്ടും വന്നിരിക്കണേ. ഓക്കെ, സോ ലെഫ്റ്റ് ഉള്ളതാണ് ഐഫോൺ 15 ആൻഡ് ഇതാണ് നമ്മുടെ ഐഫോൺ 14. നെക്സ്റ്റ് അടുത്ത ഇംപ്രൂവ്മെന്റ് എന്താ വെച്ചാൽ നമ്മുടെ ചിപ്സെറ്റ് ആണ്. ആപ്പിളിന്റെ 14 പ്രോ മാക്സിൽ ആപ്പിളിന്റെ A16 ബയോണിക് ആണ് ഇപ്പൊ നമ്മുടെ ഐഫോൺ 15 തന്നെ. ആൻഡ് ഇതിനകത്ത് ഒബ്വിയസ്ലി ആപ്പിളിന്റെ A15 ബയോണിക് ആണ്. ആൻഡ് പെർഫോമൻസ് വൈസ് രണ്ടും നല്ല കിഡിലിനായിട്ടുള്ള ചിപ്സെറ്റ്സ് തന്നെയാണ് നമ്മുടെ A15 ആസ് വെൽ ആസ് A16 ബയോണിക്. എനിവേസ് നമുക്ക് ക്വിക്ക് ആയിട്ട് നമ്മുടെ അഡുണ്ടു ബെഞ്ച്മാർക്ക് ആൻഡ് ഗീക്ബെഞ്ച് 6 നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദ ഗീക്ബെഞ്ച് 6 സിംഗിൾ കോർ സ്കോർ നോക്കുവാണെങ്കിൽ 2132 ആണ് നമ്മുടെ ആപ്പിളിന്റെ ഐഫോൺ 15 വന്നിരിക്കുന്നത്. ആൻഡ് ആപ്പിളിന്റെ ഐഫോൺ 14 ആകുമ്പോൾ 2312 ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മൾട്ടി കോർ സ്കോർ നോക്കുവാണെങ്കിൽ 6290 ആണ് നമ്മുടെ ഐഫോൺ 15 വന്നിരിക്കുന്നത്. 5557 ആണ് നമ്മുടെ ഐഫോൺ 14 വന്നിരിക്കുന്നത്. GPU നോക്കുവാണെങ്കിൽ 23,000 ആണ് നമ്മുടെ ഐഫോൺ 15 വന്നിരിക്കണമെങ്കിൽ 20,000 അറൌണ്ട് ആണ് നമ്മുടെ ഐഫോൺ 14 വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ അഡ്വാൻസ് ബെഞ്ച്മാർക്ക് നോക്കുവാണെങ്കിൽ 13,57,000 ആണ് നമുക്ക് നമ്മുടെ ഐഫോൺ 15 വന്നിരിക്കുന്നത്. ആൻഡ് 12,11,000 ആണ് നമ്മുടെ ഐഫോൺ 3349 mAh ബാറ്ററി നമുക്ക് ഐഫോൺ 15 തന്നെ. വേഴ്സസ് 3279 mAh ഓഫ് ബാറ്ററി നമ്മുടെ ഐഫോൺ 14 തന്നെ. സോ ലൈറ്റ് പമ്പ് വരുന്നുണ്ട്. പിന്നെ രണ്ടും 20 വാട്ട് അഡാപ്റ്റർ ആണ് സപ്പോർട്ട് ചെയ്യുക. സോ ഇൻ ആൻഡ് അറൌണ്ട് ഒരു 50% ആവാൻ അപ്രോക്സിമറ്റ്ലി 30 മിനിറ്റ്സ് എടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഐഫോൺ 14 ലൈറ്റ്നിങ് ആണ് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ഐഫോൺ 15 USB Type-C വരുന്നുണ്ട് വിത്ത് USB 2 ട്രാൻസ്ഫർ സ്പീഡ്സ് വരുന്നത്. ഐഫോൺ 14 ഓൾറെഡി യൂസ് കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ ഐഫോൺ 15 അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെർത്ത് അപ്ഗ്രേഡിംഗ് അല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിലെ ആ ഒരു മാറ്റം, ദാറ്റ് മീൻസ് ആ നോച്ചിന്ന് ഡൈനാമിക്കലിന്റെ ആയതും, രണ്ടാമത്തെ ബ്രൈറ്റ്നസ്സിലെ ഇംപ്രൂവ്മെന്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിന്റെ A15 ബയോണിക് A16 ബയോണിക് ആയതും. മൂന്നാമത്തെ മെയിൻ കാര്യം ദാറ്റ്സ് ദ 12 MB നേരെ 48 MB ക്യാമറകൾ അപ്ഗ്രേഡ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റർ ആണെങ്കിൽ മാത്രം ഇതൊരു വെർത്ത് അപ്ഗ്രേഡിംഗ് ആയിരിക്കും. എൽസ് യു ക്യാൻ സ്റ്റേ വിത്ത് ദ ഐഫോൺ 14. So guys, that's it for today. Signing off, it's Phone Mania.